ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഇന്നലത്തെ വീഡിയോയാ. സാധാരണ പോലെ ഞാൻ അരിയൊക്കെ അടുപ്പിലിട്ടു. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നേ. അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. അതിൻ്റെ തണുപ്പൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അത് വെട്ടിയൊക്കെ എടുക്കുക. മത്തിയാ. ചേട്ടായും പിള്ളേരും ഒന്നും എഴുന്നേറ്റിട്ടില്ല. ഞാനും അമ്മച്ചിയും മാത്രമേ എഴുന്നേറ്റുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് മീനൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുക. ചില ദിവസങ്ങളിൽ മീൻ വല്ലതും കിട്ടിയാൽ കറി വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുമ്പോൾ ആരെയും കാണത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ ഒരുപാട് മീൻകാർ ഇതുവഴി പോകുന്നുണ്ട്. അപ്പം ഞാനും അമ്മച്ചി അത് പറയുന്നുണ്ട്, നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ആരെയും കാണത്തില്ല, ഇന്നിപ്പോൾ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട് എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയാം കേട്ടോ. ഈ മീൻ ചേട്ടായി മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വെട്ടി കഴുകിയൊക്കെ എടുത്തിട്ട് പീര വെക്കണം. മീൻ പീര വെക്കാനും പിന്നെ കുറച്ച് പുളിങ്കറി വെക്കണം. അതിനുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടി വെച്ചിട്ടാട്ടോ മീൻ വെട്ടാൻ വേണ്ടി പോയത്. അപ്പോൾ ഇത് കുറച്ച് കഴന്നു പോയ തേങ്ങയാണ്. ഇങ്ങനെ കഷ്ണമായിട്ട് ചിരട്ടയിൽ നിന്ന് വിട്ടു പോകുകയല്ലേ, അങ്ങനത്തെ തേങ്ങയാട്ടോ. അത് ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കാന്താരി ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുത്തേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മീൻ പീരയും കൂട്ടി ചോറുണ്ണാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ കറികളൊന്നും വേണമെന്നില്ല, ഈ മീൻ പീരയും നല്ല ചൂട് ചോറും നല്ല ടേസ്റ്റ് അല്ലേ. തേങ്ങ ചതയ്ക്കുമ്പം ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാതെ ചതച്ചെടുക്കണം. അരഞ്ഞു പോകാനും പാടില്ല, നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ പീര വെക്കാൻ വേണ്ടി മീൻ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ മൺചട്ടിയിലെ, അതിനകത്തേക്കും കുറച്ചിട്ട് കൊടുത്തു. അരപ്പിലും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി കേട്ടോ ചേർക്കുന്നത്. മീൻ പീരയൊക്കെ വെക്കുമ്പോൾ കുറച്ച് എരിവുള്ളതാട്ടോ ടേസ്റ്റ്. അപ്പം നമ്മുടെ എരിവിന് വേണ്ടത്രയും പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ തേങ്ങാപ്പീരയൊക്കെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മീനിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മുളക് ചതയാതെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ, അതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ, അന്നേരം മീൻ പീരയുടെ ടേസ്റ്റ് മാറിപ്പോകും. കുറച്ച് വെള്ളം മതി. ഞാൻ ഇച്ചിരി ദൂരെ നിന്നിട്ടാണ് ഒഴിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് പോയത്. പിന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉലുവാപ്പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളിയോ അല്ലെങ്കിൽ മാങ്ങയോ ചില്ലിപ്പുളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുടംപുളിയാണ് ചേർത്ത് കൊടുത്തത്. ഉലുവ അധികം ആവണ്ട, കുറച്ച് മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടുപ്പേ വെച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഇളക്കാനൊന്നും പറ്റത്തില്ല, പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുടംപുളിയൊക്കെ ചേർത്ത് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കേട്ടോ വേവിക്കുന്നത്. അങ്ങനെ മീൻപീരയൊക്കെ അടുപ്പേ വെച്ചു. അപ്പോൾ അമ്മച്ചി ഇവിടെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിപ്പുണ്ട്. മീൻപീര വെക്കുമ്പോൾ ഞാനിപ്പോൾ ചേർത്ത സാധനങ്ങളില്ലേ അതെല്ലാം അരിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടി ഇട്ടിട്ടും വെക്കാറുണ്ട് കേട്ടോ. തേങ്ങ ചതയ്ക്കാതെ ഞാൻ രണ്ട് രീതിയിലും വെക്കാറുണ്ട്. രാവിലത്തേക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിന് ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിൽ മുട്ടക്കറി വെക്കാൻ വേണ്ടി പോകട്ടെ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. അപ്പോൾ ആരും വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ആരും എഴുന്നേറ്റില്ല എന്ന്. അപ്പോൾ ട്രൈപോഡിൽ വെക്കുമ്പോൾ കുക്കറിൻ്റെ ഉൾവശം ഒന്നും ശരിക്കും കാണത്തില്ല കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ വെച്ച് വീഡിയോ എടുക്കും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒന്ന് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെ കൂടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചമുളക് നമ്മുടെ എരിവിന് വേണ്ടത്രയും ചേർത്ത് കൊടുക്കണം. നമ്മളിതിനകത്തേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സവാള ഒന്ന് വഴന്ന് കഴിഞ്ഞപ്പം ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒരുപാടങ്ങ് മൊരിഞ്ഞ് കളറൊന്നും മാറുമൊന്നും വേണ്ട. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 2 സ്പൂൺ ചേർത്തത്, ആ സ്പൂൺ ചെറുതായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ചെറിയ തേങ്ങയുടെ പകുതി, ഒരു മുറി തേങ്ങ അത് ചിരണ്ടി പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളൊന്ന് കുക്കറിലേക്ക് ചേർത്തിട്ട് വെറുതെ ഒന്ന് ഇളക്കിയാൽ മതി, വഴറ്റുമൊന്നും വേണ്ട. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, ചൂടുവെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, വേവിക്കുക. ഉള്ളി ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്ന പരുവത്തിലാട്ടോ വേവിച്ചെടുക്കണ്ടേ. പിന്നെ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും വേവിക്കാം. എന്നിട്ട് ലാസ്റ്റ് തലപ്പാൽ, ഒന്നാം പാൽ ഒഴിച്ചിട്ടാണെങ്കിലും അടുപ്പേ നിന്ന് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. വല്യമ്മച്ചി മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് തരുന്നുണ്ട്. പിന്നെ ഞാൻ കറിക്ക് കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയിൽ
ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ മൂപ്പിച്ചതും ചേർത്ത് മുട്ട പുഴുങ്ങിയതും ഒക്കെ ചേർത്ത് മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയുള്ളി മൂപ്പിക്കുമ്പം ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കളർ കിട്ടും. പിന്നെ ഈ തേങ്ങാപ്പാൽ ചേർക്കാതെ തേങ്ങായും പെരിഞ്ചീരകവും ഇത്തിരി കശുവണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് അരച്ചും ചേർക്കാവേ. തേങ്ങാപ്പാൽ പിഴിഞ്ഞതിൻ്റെ തേങ്ങാപ്പീരി ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കോഴിക്ക് കൊടുക്കും കേട്ടോ ചെയ്യുന്നത്. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കോഴിക്ക് കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മാങ്ങയൊക്കെ ഉണങ്ങാനുള്ളതെല്ലാം ടെറസിൻ്റെ മുകളിൽ കൊണ്ടിട്ടു. തുണികളൊക്കെ ഇന്ന് ടെറസിൻ്റെ മുകളിലോട്ടോ കൊണ്ടിട്ടേ. പിന്നെ അമ്മച്ചി വീട്ടിലേക്ക് വിളിച്ച് ആൻറ്റിയോട് സംസാരിക്കുന്നുണ്ട്. അക്കു കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവളെ കൊണ്ട് ഞാൻ കുറച്ച് പയർ പറിപ്പിക്കും കേട്ടോ, അമ്മച്ചിക്ക് മെഴുക്കുരട്ടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അമ്മച്ചി അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും കഴിക്കത്തൊന്നുമില്ല. അമ്മച്ചിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ അങ്ങനെ ആക്കി കൊടുക്കുക ചെയ്യുന്നത്. പണ്ടൊക്കെ എല്ലാം കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം അങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ അടിച്ചു വാരുകയും തറ തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ അടിച്ചു വാരുകയും തറ തുടയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ മഴക്കാറൊക്കെ കയറി വലിയ മഴ പെയ്യുന്ന പോലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ കൂടെ തന്നെ വലിയ കാറ്റും അടിച്ചു. അന്നേരം അമ്മച്ചി അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുക, ഇപ്പം മഴ കാറ്റ് കൊണ്ടുപോകും, പിന്നെ ഇനി മഴ പെയ്യാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു, മഴയൊന്നും പെയ്തൊന്നുമില്ല. പണ്ടത്തെ കാർന്നോന്മാരൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വലിയ കാറ്റടിച്ചാൽ മഴ പെയ്യത്തില്ല, വന്ന മഴ കാറ്റ് കൊണ്ടുപോകും എന്നാണ് കേട്ടോ പറയുന്നത്. മഴയൊന്നും പെയ്തില്ലെങ്കിലും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ രണ്ടുപേരും തണുപ്പായതുകൊണ്ട് നല്ല ഉറക്കത്തിലാണ്. ഇനിയിപ്പോൾ രണ്ടുപേരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോറൊക്കെ കൊടുക്കണം. ചോറൊക്കെ കൊടുത്ത് പാത്രം എല്ലാം കഴുകി എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പണികൾക്കൊക്കെ ഇറങ്ങാമല്ലോ. അപ്പോൾ മീൻപീര ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ പാഴ്സ് ഉണ്ടായിരുന്നു, പുളിങ്കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കരിപ്പാത്രം കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകുക. ഈ പുളിങ്കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു വയ്യാഴിക ഉള്ളപ്പോഴോ അല്ലെങ്കിൽ പച്ചക്കറിയൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ ഇത്. അപ്പം ഞാൻ ഇതിവിടെ വന്നിട്ട് പഠിച്ചൊരു കറിയാണ്, ഇവിടെ ഉണ്ടാക്കുന്നൊരു കറി കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഇത് ഉണ്ടാക്കിയിട്ടില്ല, ആരും കഴിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ അമ്മച്ചി കാണുന്നത് കേട്ടോ. അമ്മച്ചി ആദ്യമായിട്ടാണ് കഴിക്കുന്നതും. നേരെ വിരലിടെ കൂടെ നോക്കി കണ്ടുപിടിച്ചു. അപ്പോൾ ഇതെന്നാ ഞാൻ ഈ ചോദിച്ചോളൂ. അതിൻ്റെ പൂവ് ഇതാ ചോളം, കായ ഇവിടെ കണ്ടു. ഇടി കൊടുക്കുന്നുണ്ട്, മഴ പെയ്യല്ലേ. അത് ഏതാണ്ട് വാവലിൻ്റെ ചോടാണോ? തക്കാളി ഉണങ്ങി പോവാം. ഒരു ചീരത്തൈ കുഞ്ഞു വളർന്നു വരുന്നതേ ഉള്ളൂ, പുഴുവിനാണ് മതി. മറ്റേ ഇത്രയെല്ലാം പറഞ്ഞ് കാണുന്നത് ആർക്കും വേണ്ട. പിന്നെ നാട്ടുകാർ ഉണ്ടാവും തോന്നുന്നല്ലേ, സൂക്ഷിച്ച പോലെ. അതുണ്ടാവും. ഒരു ഹായ് പറയാൻ വേണ്ടി റുമൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. റുമൈസയ്ക്ക് വലിയൊരു ഹായ്. അമ്മ പൈപ്പ് ഓഫാക്കാൻ പറ.
കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കാടൊക്കെ കൈകൊണ്ട് പറിച്ച് കളഞ്ഞായിരുന്നേ. പിന്നെ ഉച്ച കഴിഞ്ഞ് വലിയ മഴ പെയ്തപ്പോൾ മൊത്തം ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ തൂമ്പ കൊണ്ട് കുറച്ച് ചെത്തി കോരി കളയേണ്ട കാടൊക്കെ ഉണ്ടായിരുന്നു. കാടല്ല, ഇങ്ങനെ നിലത്ത് പറ്റി പിടിച്ച് വളരുന്ന ഒരു കട്ടിയുള്ള പുല്ലില്ലേ, അതൊക്കെ നമുക്ക് കൈകൊണ്ട് വലിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തേതൊക്കെ ഇന്ന് ചെത്തി കോരിയൊക്കെ കളഞ്ഞു. പിന്നെ ഇവിടെ ചാലൊക്കെ അടഞ്ഞിരിക്കും കേട്ടോ, മഴവെള്ളം പോകുന്ന ചാല, അതൊക്കെ ഒന്ന് കൊത്തി കീറി കൊടുക്കുക. വളർന്നു വരും. അങ്ങനെ പുറത്തെ ക്ലീനിങ് പണികളെല്ലാം കഴിഞ്ഞ് വെച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. എന്നിട്ട് കുറച്ച് അവൽ നനയ്ക്കും കേട്ടോ. അവലിങ്ങനെ വറുത്ത് നനയ്ക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. വെറുതെ നനച്ചാൽ ആർക്കും വലിയ താല്പര്യമില്ല. എന്താണ്ട് ഒരു രുചി വ്യത്യാസം ഉണ്ടെന്നോ ചൊവയുണ്ടെന്നൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്ന് വറുത്തെടുത്തു. എന്നിട്ട് തേങ്ങായും പഞ്ചസാരയോ വെല്ലമോ നമുക്കിഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലും ചെയ്യും കേട്ടോ. സാധാരണ നമ്മൾ അവൽ നനയ്ക്കുന്ന പോലെ അവൽ നനയ്ക്കും. അതിനകത്ത് കുറച്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി തിരുമ്മി യോജിപ്പിക്കും. അതിൻ്റെ ചെറിയുള്ളിയുടെ ഒരു രുചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടമാണ് കേട്ടോ. മഴ പെയ്യുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചെങ്കിലും മഴയൊന്നും പെയ്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വയലിൽ കൂടെ ഒക്കെ നടക്കാൻ വേണ്ടി പോയത് കേട്ടോ. ചേട്ടായും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവുക. അക്കു ക്യാമ്പിന് പോയ സമയത്ത് ഞാനും ചേട്ടായും കുഞ്ഞിപ്പെണ്ണും കൂടെ ഈ വയലിൽ കൂടെ കുറേ നടന്ന് ഒരു കുളമൊക്കെ ഉള്ള സ്ഥലത്ത് പോയില്ലായിരുന്നോ. അമ്മച്ചി ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചിക്ക് ആ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. ആ കുളമുള്ള സ്ഥലം എവിടെയാണെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ നടക്കണം, അമ്മച്ചിക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല, എന്നാൽ പിന്നെ പോകണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു കേട്ടോ. അങ്ങോട്ട് വണ്ടിയൊന്നും പോകത്തില്ല കേട്ടോ, നമ്മൾ നടന്നു തന്നെ പോകണം. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അമ്മച്ചിക്ക് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പോയൊന്നുമില്ല, അവിടെ നിന്ന് കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. പണികളൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ വയലിലേക്ക് നടക്കാനൊക്കെ ഇറങ്ങിയത് കേട്ടോ. ഇനിയിപ്പോൾ പോയിട്ട് കുറച്ച് അരി അരച്ച് വെക്കാനുണ്ട്, വേറെ പണികളൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.